ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമോദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണഞ്ഞിടും നാരായണ ഗുരുനായകനെന്റെ ദൈവമല്ലോ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 45-ാം ഭാഗം. അവതരണം പിശുക്കന്റെ കള്ളത്തരം. അരുവിപ്പുറത്തെ പുലിപ്പാറ ഗുഹയിൽ ഒരു സിദ്ധൻ തപസ്സിരിക്കുന്ന വിവരം കൊച്ചപ്പിപ്പിള്ളയിലൂടെ അവിടുത്തെ പ്രദേശവാസികൾ അറിഞ്ഞു തുടങ്ങി. സിദ്ധനെ കാണാനെത്തിയവരിൽ ചിലരെല്ലാം അകലെ നിന്ന് നോക്കിക്കണ്ടതേയുള്ളൂ. പുലികൾ നിത്യവും ശയിക്കുന്ന ആ പുലിപ്പാറയിൽ ഏകാന്തവാസം ചെയ്യുവാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? അവരെല്ലാം അത്ഭുതം കൂറി. കണ്ടവർ വീണ്ടും വീണ്ടും കാണുവാനെത്തി. ആദ്യമൊക്കെ ഒളിഞ്ഞു നിന്നും അകലെ നിന്നും നോക്കിയവർ പിന്നെ അടുത്തേക്ക് ചെല്ലുവാൻ തുടങ്ങി. ചിലർ പഴങ്ങളും കിഴങ്ങുകളും ഇലയിൽ പൊതിഞ്ഞ് നാണുസ്വാമിയുടെ കാൽക്കൽ വെച്ച് തൊഴുതു. ആരോടും നീണ്ട വർത്തമാനം ഉണ്ടായിരുന്നില്ല. എങ്കിലും സങ്കടപ്പെട്ടു വരുന്നവരെ നിരാശരാക്കിയിരുന്നുമില്ല. അത് ചെമ്പഴന്തിയിലെ നാണുസ്വാമിയാണെന്ന് ഒടുവിൽ ആളുകൾ തിരിച്ചറിഞ്ഞു. അതോടെ അരുവിപ്പുറത്തെ ഏകാന്തതയ്ക്ക് പകൽ നേരങ്ങളിൽ വിരാമമുണ്ടായി. സ്വാമി എന്ന് ആദരവോടെ ആളുകൾ വിളിച്ചു തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവർക്ക് എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ തുടങ്ങി. ഒരു ദിവസം നാണുസ്വാമി നെയ്യാറിന്റെ തീരത്തെ ഒരു വൃക്ഷഛായയിൽ ഇരുന്ന് ഉമ്മിണിയാശാൻ എന്ന ഒരാളുമായി സംഭാഷണം നടത്തുകയായിരുന്നു. അപ്പോൾ അപരിചിതനായ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു. ആഗതൻ സ്വാമിയെ കണ്ടു വണങ്ങി. അയാൾ ഒരു വലിയ പിശുക്കനായിരുന്നു. എവിടുന്നാ? നാണുസ്വാമി ആഗതനെ നോക്കി ചോദിച്ചു. ആഗതൻ: കുളത്തൂരിൽ നിന്നും വരികയാണ്. നാണുസ്വാമി: കുഞ്ഞുങ്ങളുണ്ടോ? ആഗതൻ: ഉണ്ടേ. നാണുസ്വാമി: അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ടോ? ആഗതൻ: ഇല്ലേ. നാണുസ്വാമി: അതെന്താ?
ആഗതൻ: പഠിപ്പിക്കാൻ കാശില്ലാഞ്ഞിട്ടാണേ. നാണുസ്വാമി: ഇപ്പോൾ കയ്യിൽ കാശ് വല്ലതുമുണ്ടോ? ആഗതൻ: ഒരു കാശ് പോലുമില്ല സ്വാമി. അത് കേട്ട് നാണുസ്വാമി ഉമ്മിണിയാശാനെ നോക്കി ഒന്ന് പുഞ്ചിരി തൂകി. എന്നിട്ട് ചോദിച്ചു: ഇയാളുടെ കൈവശം കാശുണ്ട്, അത് എത്രയാണെന്ന് ആശാന് പറയാമോ? ഉമ്മിണിയാശാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നാണുസ്വാമി ആശാനെയും ആഗതനെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു: സൂക്ഷ്മം നാം പറയാം. ഈ മനുഷ്യൻ വീട്ടിൽ നിന്നും 7 രൂപ കൊണ്ടുവന്നു. വഴിക്ക് 2 രൂപ ചിലവായി. ബാക്കി 5 രൂപ മടിശീലയിലുണ്ട്. സ്വാമി പറഞ്ഞത് കേട്ടിട്ട് ഉമ്മിണിയാശാൻ അയാളുടെ ദേഹത്ത് ഒരു പരിശോധന നടത്തി നോക്കി. അയാളുടെ മടിശീലയിൽ അപ്പോൾ കൃത്യമായും 5 രൂപയുണ്ടായിരുന്നു. സ്വാമി പറഞ്ഞതൊക്കെ സത്യമാണെന്നും താൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും അയാൾ അപ്പോൾ സമ്മതിച്ചു. നാണുസ്വാമിയുടെ കാൽക്കൽ വീണ് കള്ളം പറഞ്ഞതിന് അയാൾ മാപ്പപേക്ഷിച്ചു. അപ്പോൾ ഒരിക്കലും കള്ളം പറയരുത് എന്ന് സ്വാമി അയാളെ ഉപദേശിച്ചു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം പിശുക്കന്റെ കള്ളത്തരം. അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.